എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. Ephesians chapter 6 and verse 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world, against spiritual wickedness in high places. നമുക്ക് വളരെ പരിചയമുള്ളതും എപ്പോഴും വായിക്കുന്ന ഭാഗമായതുകൊണ്ട് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. Since it's a passage that we quite often read and we are very familiar with, I'm not going too deep into its introduction. വളരെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. I would like to straight away enter into the subject. നമ്മളിവിടെ വായിച്ചത് നമുക്ക് പോരാട്ടം ഉള്ളത്, അഥവാ നമുക്ക് പോരാട്ടമുണ്ട്. We read that we have a conflict, or we are wrestling against something. ദൈവവചനം പറയുന്നു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു പോരാട്ടത്തിന്റെ ജീവിതമാണ്. We know the Christian life is a life of conflict. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിനോട് പോരാടി ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊന്ന്. In our Christian living, we have an enemy, and what God intends us is that we continually fight with this enemy. നാം ഇന്ത്യക്കാരാണ്. We are Indians. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമാധാന രാഷ്ട്രമായിട്ട് ലോകത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. India is a country that is peacefully remaining amidst the world countries. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വന്നവർ എന്നുള്ള നിലയിൽ നാം എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. Since we have come from the land of India, we always seek peace. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ ഒരു ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. But as far as our Christian living is concerned, we will not be able to continue in such a peaceful life. കാരണം നമ്മുടെ ശത്രു നമ്മെ പരാജയപ്പെടുത്തുവാൻ, തകർത്ത് കളയാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Because our enemy is always trying to destroy us. നമുക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. We can do only two things. ഒന്നുകിൽ ശത്രുവിനോട് പൊരുതി നാം വിജയം നേടുക. Either we fight against the enemy and be victorious, അല്ലെങ്കിൽ or നാം നമ്മെ തന്നെ കീഴടങ്ങി ആയുധം വെച്ച് ശത്രുവിന് മുൻപിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. we submit ourselves and surrender before the enemy. ഇതിൽ ഏതെങ്കിലും ഒന്ന് നാം തിരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ. സമാധാനത്തോടെ മുൻപോട്ട് പോകാനായിട്ട് ശത്രു നമ്മെ അനുവദിക്കുകയില്ല. We need to choose one of these things. Our enemy will not allow us to continue in a peaceful situation. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് നാം ചിന്തിക്കാറുണ്ടോ? Have you ever thought of such a conflict that we are facing in our life in the past days? പലപ്പോഴും നമുക്കൊരു ശത്രു ഉള്ളതിനെ കുറിച്ചുള്ള ബോധ്യം പലപ്പോഴും ഇല്ലാതെയാണ് നാം പലപ്പോഴും ജീവിക്കുന്നത്. Many a times we continue living without a conviction that we have such an enemy. ചില സമയങ്ങളിൽ പോരാട്ടം ഉണ്ടെന്ന് നാം ചിന്തിക്കാറുണ്ട്. Sometimes we think that we have conflicts. പക്ഷേ നാം ഇവിടെ വായിക്കുന്നത് ജഡരക്തങ്ങളോടല്ല എന്ന് വായിക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ് എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. Here we read that we do not have a conflict of fight with blood and flesh, but unfortunately, many a times we feel that we have conflict with blood and flesh. പലപ്പോഴും നാം ജഡരക്തങ്ങളോട് യുദ്ധം ചെയ്യുകയും പോരാടുകയും ഈ ദുഷ്ടാത്മസേനയോട് യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. Many a times we continue in the situation that we fight against flesh and blood, and we fail to fight against our real enemy, the principalities and powers, rulers of this world. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, one reason for that is നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. We fail to identify the real enemy. ഈ ജഡരക്തങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ നമുക്ക് നേരിട്ട് കാണാം. അതുകൊണ്ട് അവരോട് പോരാടുക നമുക്ക് എളുപ്പമാണ്. Flesh and blood is very visible, so it is easy for us to fight against them. എന്നാൽ കാണാത്ത ഒന്നിനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. It is really a laborious job to fight against something that is invisible.
അവിടെ വായിക്കുന്നത് ദുഷ്ടാത്മസേന, ഒരു സ്പിരിച്വൽ ബീങ്ങിനെ കുറിച്ചാണ് വായിക്കുന്നത്. നമുക്ക് അവയെ കാണുവാനായിട്ട് പ്രത്യക്ഷത്തിൽ സാധിക്കുകയില്ല. Here we read about a spiritual wickedness of high places, speaks about a spiritual realm. അതുകൊണ്ട് തന്നെ കാണാത്ത ശത്രു കാണുന്ന ശത്രുവിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ്. Therefore, we need to remember that visible enemy, invisible enemies are more dangerous than visible enemies. നമുക്കറിയാം, നിസ്സാരമായ കൊറോണ വൈറസിനെ ലോകം ഭയപ്പെടുന്നതിന്റെ പ്രധാന കാരണം ലോകത്തിന് മനുഷ്യർക്ക് അതിനെ നേരിട്ട് കാണുവാനും ആ നിലയിൽ അതിനെ പരാജയപ്പെടുത്താനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. We know that this minute virus, coronavirus, people all over the world is scared of that. The main reason is that we could not see that. അതേസമയം ലോകത്തിന് എതിരെ ഉയർന്നു വന്ന അനേക ശത്രു രാജ്യങ്ങളെ അല്ലെങ്കിൽ അനേക പ്രസ്ഥാനങ്ങളെ, അനേക തീവ്രവാദ സംഘടനകളെ ഒക്കെ പരാജയപ്പെടുത്തുവാൻ വളരെ നിഷ്പ്രയാസം ലോകത്തിന് സാധിച്ചിട്ടുണ്ട്. At the same time, the countries of this world able to subdue many countries and terrorist activities that came against their countries, which were actually visible. ഞാൻ പറയുവാനായിട്ട് പ്രാരംഭിച്ച് ശ്രമിക്കുന്നത്, നമ്മുടെ ശത്രുവിനെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശത്രു ഉണ്ടെന്നുള്ള ബോധം പോലും പലപ്പോഴും നാം ഇല്ലാതെയാണ് നാം ജീവിക്കുന്നത്. What I need to explain is that since we cannot visibly view our enemy, the problem is not that we are not fighting against this enemy. In other sense, we are not even mindful about the existence of such an enemy. അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ശത്രുവിനെ നാം തിരിച്ചറിയുകയും അതിനോട് യുദ്ധം ചെയ്യുവാൻ, പോരാടി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യണം. Therefore, what I want to explain now is that we need to identify this enemy and we need to be equipped to fight against that enemy. ഈ ശത്രുവിനോട് നാം പോരാടണം, നമുക്ക് പോരാട്ടമുണ്ടെന്ന് പറയുമ്പോൾ പോരാടണമെങ്കിൽ എങ്ങനെയാണ് ഈ ശത്രു നമുക്കെതിരെ നിൽക്കുന്നത്, എന്തൊക്കെ ആയുധങ്ങളാണ് നമുക്കെതിരെ പ്രയോഗിക്കുന്നത് എന്നുള്ളത് നാം വാസ്തവത്തിൽ അറിയുവാനായിട്ട് ആവശ്യമുണ്ട്. If at all we need to fight against this enemy, we should know how this enemy is standing against us and what are the weapons that this enemy is using against us. ഏതൊക്കെ നിലയിലാണ് ഈ പിശാചും ഈ ദുഷ്ട ആത്മസേനകളും നമുക്കെതിരെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് പരിശോധിക്കാം. Let's continue looking through the scriptures to know how these principalities and spiritual wickedness of high places stand against us. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും പലപ്പോഴും അതിനൊരു പോരാട്ടമായിട്ട്, അത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. Many a time, even though we know whatever I'm going to mention is something we are aware about, but we fail to consider them as the part of our enemies. നമുക്ക് നോക്കാം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗം തന്നെയാണ്. Revelations chapter 12 and verse 10, a very familiar verse. ഇവിടെ നാം വായിക്കുന്നത്, പിശാചിനെ കുറിച്ച് വായിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്ന് പിശാചിനെ വിളിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. There we read that Satan is addressed as the accuser who continuously accused the brethren. നാം നോക്കുവാൻ പോകുന്നത്, നമുക്കൊരു പോരാട്ടമുണ്ട്, അത് ദുഷ്ടാത്മസേനയോടാണ്. What we are looking to is that we have a fight, and that fight is with evil spirit. അവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, we cannot see them, പക്ഷെ അവയുടെ പ്രവർത്തന രീതി നാം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. We are trying to understand the way of its performance. ഒന്ന് നാം വായിച്ചത്, പിശാച് സദാ നമുക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നു. What we saw here is that Satan is continuously accusing the brethren against them. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതിനൊരു പോരാട്ടമായിട്ട്, ശത്രുമായിട്ട് ഒരു പോരാട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിട്ട് തീരും. We need to understand that this is a conflict, a fight that our enemy brings against us in our Christian living. അപ്പം നമ്മൾ ഓർക്കണം, രാവും പകലും പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, രാപ്പകൽ നമ്മെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്നു. We need to know that Satan is continually during day and night
accusing us before the presence of God. എങ്ങനെയായിരിക്കും പിശാച് കുറ്റം ചുമത്തുക? എന്തായിരിക്കും പിശാച് നമ്മെ കുറിച്ച് ദിവസങ്ങളിൽ പറയുന്നത്? What would be the stuff that he brings before God as part of accusing us? എന്തെങ്കിലും സൂചന ദൈവവചനം നമുക്ക് അതിൽ നൽകുന്നുണ്ടോ? Do we get any indication from the word of God? നമുക്ക് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും ആ ഒരു വാക്യം ദയവായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. Let's turn to the book of Job, chapter 1 and verse 11. All those who have Bible with you, please turn to that portion. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. Job chapter 1 verse 11. But put forth thine hand now and touch all that he hath, and he will curse thee by thy face. പിശാച് എങ്ങനെയാണ് ഒരു വ്യക്തി ദിവസത്തിൽ കുറ്റം ചുമത്തുമെന്ന് ചോദിച്ചതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. This can be one of the examples that we can consider when we look to the way the Satan is accusing a believer. നമുക്കറിയാം, ഇയ്യോബ് എന്ന് പറഞ്ഞാൽ തന്നെ പോലെ നേരുള്ള ഭക്തനായ ഒരു മനുഷ്യനില്ല. We know that Job was a person who was godly, who was upright and God-fearing. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച്, അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച് പിശാച് എന്താ പറയുന്നത്? ദൈവത്തോട് പറയുകയാണ്, നീ അവനെയും അവനുള്ളതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. Even about that very person, we can see Satan is accusing against him before God, saying that if you touch him, he will curse you by face. ഇത് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടമാണ്. This is a conflict in our faith. പിശാച് നമുക്കെതിരെയും നിരന്തരം ഈ കുറ്റാരോപണം ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. We should know that Satan is raising the same accusation concerning each one of us before the presence of God. പിശാച് ഒരുപക്ഷെ ദിവസത്തിൽ പറയുന്നത്, ദൈവമേ നീ അവനെ ഒന്ന് തൊട, അല്ലെങ്കിൽ നീ അവളെ ഒന്ന് സ്പർശിക്ക. Probably Satan would be telling God that, oh God, you just touch that man or that woman. നീ അവന്റെ ജോലിയെ ഒന്ന് തൊട്, നീ അവന്റെ ആരോഗ്യത്തെ ഒന്ന് സ്പർശിച്ചു നോക്ക്. If you just touch his job or his health, നീ അവന്റെ സമ്പത്തിനെ, അവന് പ്രിയപ്പെട്ടതിനെ നീ ഒന്ന് സ്പർശിച്ചു നോക്ക്. If you touch his wealth or something that is dear to him, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. he will just despise you before your face. പിശാച് നിരന്തരം നമുക്കെതിരെ ഈ കുറ്റം ദൈവസന്നിധിയിൽ ഒരുപക്ഷെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. Probably Satan is raising this accusation against each one of us continuously before God. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ചിട്ടുണ്ടോ? Did we face such a conflict in our life in the past days? ചില പ്രയാസങ്ങളെ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നപ്പോൾ, ചില സാഹചര്യങ്ങളെ, കഷ്ടതയുടെ ചില സാഹചര്യങ്ങളെ അനുവദിച്ചപ്പോൾ നാം ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ? When Satan brought about some problems in our life, some difficult situations in our life, was it that we were tempted to question God for that? നമ്മുടെ ആത്മീയ സന്തോഷം നഷ്ടപ്പെടുവാൻ തക്കോണം, നമ്മുടെ ആത്മീക ആ ക്ഷീണം നമുക്ക് ഉണ്ടാകുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ? Did it affect our spiritual joy or our spiritual health is affected by that? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിശാച് അവിടെ വിജയിക്കുകയാണ്. അവൻ പറഞ്ഞത് സത്യമായി തീരുകയാണ്. അവനെ തൊട്ടാൽ, അവനുള്ളതിനൊക്കെ തൊട്ടാൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. If such thing happen in our life, we should know that there Satan has won the victory, and what he was accusing, that if you touch him, he will plainly curse you before your face. എല്ലാ പ്രയാസങ്ങളും പിശാച് കൊണ്ടുവരുന്നതാണ് എന്നല്ല ഞാൻ പറയുന്നത്. I don't mean that all the problems that you face are brought by Satan. ചില സമയങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നാം ക്ഷീണം സംഭവിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ഇടയാകുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പിശാചിന്റെ തന്ത്രമായിട്ട് നാം അതിനെ മനസ്സിലാക്കുകയും പോരാടുകയും ചെയ്യണം. If at all we feel at least sometime in our Christian living that we feel spiritually weak, we should know that the problem that affected such weakness would have been brought by Satan in our life. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ പെട്ടെന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. For the lack of time, let me skip to the next point.
പിശാച് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, another activity or strategy of Satan. 1 തെസ്സലോനിക്കർ 2-ാം വാക്യം. 1 Thessalonians chapter 2 and verse 18. അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. What we read there is, wherefore we would have come unto you, even I, Paul, once and again, but Satan hindered us. ഇതിന്റെയും പശ്ചാത്തലം വിശദീകരിക്കുന്നില്ല, വളരെ പെട്ടെന്ന് ഈ ഒരു ഭാഗം മാത്രം ഞാൻ പറയുകയാണ്. I am not venturing to explain the context. I just want to mention this. പൗലോസ് പറയുകയാണ്, 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ സാത്താൻ ഞങ്ങളെ തടുത്തു. Paul says that 1 or 2 times I tried to visit you, but Satan hindered us. പൗലോസിന്റെ ഏതൊരു യാത്രയും നമുക്ക് സുവിശേഷ യാത്ര എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. We can address any of the journey of Paul as his missionary journey. അങ്ങനെയാണെങ്കിൽ പിശാച് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, നമുക്കെതിരെ കൊണ്ടുവരുന്ന മറ്റൊരു ആയുധം എന്ന് പറയുന്നത് അവൻ സുവിശേഷീകരണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. Therefore, we can know that another weapon that Satan used against us is that he would hinder the activity of sharing gospel or evangelization. ഒരുപക്ഷെ നമ്മളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ നമ്മൾ എങ്ങനെ പറയുമായിരുന്നു? പൗലോസിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു, നമ്മൾ ഇതിനെ എങ്ങനെ പറയുമായിരുന്നു? If we would have been in the place of Paul, how we would have referred to this incident? നമ്മളൊരു പക്ഷെ പറഞ്ഞേനെ, ദൈവം അനുവദിക്കാഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാഞ്ഞെന്ന് നാം പറഞ്ഞേനെ. Probably we would have said that since God did not permit me, I could not come over there. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാതിരുന്നത് എന്ന് ഞാൻ പറയുമായിരുന്നു. Or I would say that I was not having a favorable situation, something went against me, that's why I could not visit you. എന്നാൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെ തിരിച്ചറിയുകയാണ്. താൻ പറയുകയാണ്, ദൈവം തടഞ്ഞതല്ല, പിശാചാണ്, സാത്താനാണ് ഞങ്ങളെ തടഞ്ഞത്. But here we see Paul was convincingly conveying that it was not God, but it was Satan who hindered us. നമ്മുടെ കഴിഞ്ഞ നാളുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. Let's look back to our past days. നാം സുവിശേഷം പറയുവാനായിട്ട് ആഗ്രഹിച്ച, ഹൃദയത്തിൽ തീരുമാനമെടുത്ത ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. We have certain occasions that we have decided in our heart that we will share gospel. എന്നാൽ പലപ്പോഴും നമുക്കതിന് കഴിഞ്ഞിട്ടില്ല, ചില തടസ്സങ്ങൾ നമുക്ക് നേരിട്ടിട്ടുണ്ട്. But many times we are not able to fulfill that because we faced many obstacles. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിനൊരു പോരാട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? What I mean to say is, have we ever considered this as a conflict of Satan? ദൈവം അനുവദിക്കാത്തതുകൊണ്ടാണ് നാം സമാധാനപ്പെട്ടിട്ടുണ്ട്. We were just feeling comforted, thinking that it is God who did not permit that. എന്നാൽ പിശാച് നമ്മെ തടസ്സപ്പെടുത്തുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അദൃശ്യനായ ശത്രുവിന്റെ പോരാട്ടമാണെന്ന് എത്രത്തോളം നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. But how far we are able to consider this as the Satan hindering us, and this is one of the conflicts of our enemy? പിശാച് എങ്ങനെയായിരിക്കും തടസ്സപ്പെടുത്തിയത് പൗലോസിനെ? How Satan had hindered him? പൗലോസ് പോവാൻ ഇറങ്ങാൻ വാതിൽ പൂട്ടുകയാണോ പിശാച് ചെയ്യുന്നത്? Did he do in such a way that when Paul was about to leave the house, he came and locked the door? ഒരിക്കലുമല്ല. ചില പ്രതികൂല സാഹചര്യങ്ങളെ തന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് പിശാച് ചെയ്യുന്നത്. സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. But what Satan was doing was that he would bring some hostile situations before him. നാം ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ വരുന്ന നാളുകളിൽ ചില തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ സുവിശേഷീകരണത്തോളം ബന്ധത്തിൽ വരുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരണം. Therefore, in the days ahead, we need to identify this conflict when we find some hindrance for sharing gospel in our life. ഒരുപക്ഷെ നമ്മെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ആയിരിക്കാം. Probably those who actually were hindering us would be our dear ones themselves. ഒരുപക്ഷെ നമുക്ക് ഉള്ള ചില അധിക ഉത്തരവാദിത്തങ്ങൾ മുഖാന്തരമായിരിക്കാം. Probably it could be an additional responsibility that we are shouldering.
അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് തന്നെയുള്ള നമുക്ക് കഴിവില്ലെന്നുള്ള ഒരു അപകർഷത ബോധമായിരിക്കാം ഒരു പക്ഷേ. Otherwise, it can be our own inferiority complex that we are not capable to do that. ഒരുപക്ഷെ നമുക്ക് പറയാനുള്ള ലജ്ജ മടി കൊണ്ടായിരിക്കാം. Or we may be ashamed of sharing it, or we do not have proper confidence in doing that. നമുക്ക് ഇങ്ങനെ ധാരാളം കാരണങ്ങൾ, നമുക്ക് ന്യായമായ കാരണങ്ങൾ നമുക്കുണ്ട്. We have so much of justifiable reasons for that. പക്ഷെ ഇതിന്റെ പിന്നിൽ വാസ്തവമായിട്ട് നമ്മെ തടുക്കുന്ന ചില അദൃശ്യ ശക്തികൾ, ദുഷ്ടാത്മ സേനയുണ്ടെന്നുള്ളത്, അതൊരു പോരാട്ടമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരും. But we need to realize that behind all these things there is an invisible evil spiritual army who are working to hinder our intentions. അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തെ അത് മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായിട്ട് തീരും. Therefore, may it be that each one of us would identify the spiritual warfare, the spiritual conflict that we have in our life, and to face it accordingly. എന്റെ സമയം ഏറെക്കുറെ അവസാനിച്ചു. My time is almost up. ഒരു പോയിന്റൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I would conclude after presenting one more point. നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. Let's turn Mark's Gospel chapter 4 and verse 15. മർക്കോസ് 4:15. അത് നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. നാം വായിക്കുന്നത്, വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയുന്നതാകുന്നു. Mark chapter 4 verse 15 that says, and these are they by the wayside where the word is sown, but when they have heard, Satan comes immediately and taketh away the word that was sown in their hearts. അവിടുത്തെ ഒരു പ്രത്യേക പ്രയോഗം നോക്കുക. കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്ത് കളയുന്നു. We should notice that particular rendering we find there, that it says immediately after they heard the word, Satan comes and removes that from their heart. അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഈ ഉപമയുടെ പ്രാധാന്യം കർത്താവ് പറയുന്നുണ്ട്. In verse 13, the Lord is expressing the prominence of that parable. കർത്താവ് പറയുന്നു, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റു ഉപമയ്ക്ക് എങ്ങനെ ഗ്രഹിക്കുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. There the Lord is asking a Christian that, and he said unto them, know ye not this parable? And how then will ye be able to know other parables or all parables? അപ്പോൾ കർത്താവിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് താൻ ഇവിടെ പറയുന്നത്. Therefore, as far as the Lord is concerned, he is explaining something very important for him. ഇവിടുത്തെ ഈ പറഞ്ഞ കാര്യം നമുക്ക് വളരെ നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്. What is mentioned here is something that we really experience in our life. ദൈവവചനം കേട്ട ഉടനെ പിശാച് അതിനെ എടുത്തു കളയും. The very moment that we hear the gospel or the word of God, Satan takes that away. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവൃത്തി, ഇതിൽ പിശാചിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം നാം മനസ്സിലാക്കിയിട്ടുണ്ട്? Oh dear ones, we need to check and see how far we are conscious about the involvement of Satan in this process. പലപ്പോഴും ഒരു മെസ്സേജ് കേട്ടിട്ട്, ഒരു പ്രസംഗം കേട്ടിട്ട് അത് കഴിയുമ്പോൾ ആ പറഞ്ഞ ഒരു കാര്യവും നമുക്ക് ഓർമ്മയില്ല. അപ്പൊ നമുക്ക് അതിന് നമ്മുടേതായ ധാരാളം ന്യായങ്ങളുണ്ട്. After listening a sermon, many a times we don't keep anything in our memory, and we may have justifications for that. ദൈവവചനം പറയുകയാണ്, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. നമുക്കൊരു അദൃശ്യനായ ശത്രുവുണ്ട്. ആ ശത്രുവിന്റെ പ്രവൃത്തിയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വചനത്തെ എടുത്ത് കളയുക എന്നുള്ളത്. But here the word of God says that it is the work of Satan, the enemy that we have, and it is his activity to remove that word that was sown in our heart. ഇതിനെ നമ്മുടെ ക്രിസ്ത്യനിൽ ഒരു പോരാട്ടമായിട്ട് മനസ്സിലാക്കുകയും അതിനോട് നാം ചെറുത്ത് നിൽക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ തക്കൊണ്ട് നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്യും. In our Christian life, we need to identify this as one of our conflicts, and we need to be equipped to resist that in our life. ഇനി എങ്ങനെയായിരിക്കും പിശാച് ഈ വചനത്തെ കേൾക്കുന്ന ഉടനെ എടുത്തു കളയുന്നത്? How could it be that Satan would remove
on the very moment that we listen the word of God. ആ ഉപമയിൽ തന്നെ അതിനുള്ള ചില സൂചനകൾ കർത്താവ് നൽകുന്നുണ്ട്. നമുക്ക് അതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. We can see the Lord himself is giving some indications, and from that we can understand how it is. നിങ്ങൾ അതിന്റെ ആകെത്തുകയായിട്ട് ഞാൻ അതിന് ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Even the sum total of that I would present like this. അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയും, പക്ഷേ അത് കുറെ കൂടെ മനസ്സിലാവും. Otherwise I would present an example that is more easily understandable. അതിനൊരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. Just take it as an example. ഇപ്പൊ ഞാൻ വചനം വിതച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും. Now both of us are sowing the word of God, or we are spreading the word of God. ഏകദേശം 51ഓളം ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, പ്രസന്റ് ആയിട്ടുണ്ട്. Almost 51 or more than that people are present and attentive. ഇവരുടെയൊക്കെ ചെവിയിൽ ഈ ശബ്ദം എത്തുന്നുണ്ട്. This voice or this sound is coming or reaching the ear of each and every one of these attendees. എന്നാൽ ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങുവാൻ പലപ്പോഴും പിശാച് നമ്മെ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ എടുത്തു കളയുന്നു, അവിടെ അപ്പോൾ തന്നെ എടുത്തു കളയുന്നു. But it is not going deep into our heart because the Satan is working, and the very moment that you hear it, he is removing that from our heart. നമുക്ക് നമ്മളിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ചിലരുടെയെങ്കിലും ചിന്ത, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഒരുപക്ഷെ വരുവാനുള്ള സാധ്യത, ചിന്ത വൈകിട്ട് 8 മണിയൊക്കെ ആയി, എങ്ങനെ ഡിന്നറിന് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ അവരെ ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. Even at the time that we listen this word of God now, some of the sisters probably may be thinking that what would be our dishes for the dinner. ചെവിയിൽ കൂടുതൽ കേൾക്കുന്നുണ്ട്, അതേസമയം അവർ മറ്റൊരു അവരെ സംബന്ധിച്ചുള്ള വലിയൊരു ഉത്തരവാദിത്തത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Even when they hear this voice through the ear, at the same time they are considering one of the major responsibilities that they need to handle. അവരെ സംബന്ധിച്ച് വളരെ ന്യായമായ ഒരു കാര്യമാണ്. ഈ മെസ്സേജ് ഒക്കെ ഇപ്പൊ കഴിയും, അതിനുശേഷം ഡിന്നർ കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. For them it is a major issue because the message will be over after some time. After that, if the dinner is not ready, that will create a problem because husband and children are there in the house. ഇത് ഒരാഴ്ചയിൽ ഉള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്കതിനെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വിടാം. If it is just a one-time instance that happens once in a week, we can just leave that as it is. ഞാൻ പറയുന്നത് പല ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത ഈ ദൈവവചനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ മീറ്റിംഗിന്റെ സമയത്ത് അതിൽ ശ്രദ്ധിക്കാതെ വേണം, ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാതെ വേണം, ചില കാര്യങ്ങൾ നമ്മെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു പോരാട്ടമായിട്ട് നാം അതിനെ മനസ്സിലാക്കണം. If something like that is coming to our heart and disturbing us from receiving the word of God continuously, then we need to consider this as a temptation or a warfare or a conflict that Satan brings to our life. നമ്മെ സംബന്ധിച്ച് വേണ്ട നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഒരു കാര്യം തന്നെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. As far as we are concerned, what we think about is something very crucial to us. പക്ഷെ ദൈവവചനം പറയുന്നത് ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ പിശാചാണ് ആ ചിന്തയെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പിശാച് വചനത്തെ എടുത്തു കളയുന്നത്. But the word of God says that even at the time of listening the word of God, it is Satan who brings that other thought in your mind in order to take away the words that comes to your heart. ചില ആളുകൾ മീറ്റിംഗിന്റെ സമയത്ത് നിരന്തരമായിട്ട് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. There is a possibility that many people fall into sleep during sermon time. ഞാൻ 1-2 ആഴ്ച സംഭവിക്കുന്നതല്ല, നിരന്തരമായിട്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിപ്പെട്ടു എന്ന് വന്നേക്കാം. It is, I'm not mentioning about an incident that happens once in a while, but I'm telling about something that comes as a practice in our life. അപ്പൊ എന്താ സംഭവിക്കുന്നേ? ദൈവവചനം ചെവിയിൽ കേൾക്കുന്നുണ്ട്, ഹൃദയത്തിലേക്ക് വീഴുന്നില്ല. What happens is that even though the voice of God, the words of God tickling our ears, but it is not entering into our heart. അത് പിശാച് കൊണ്ടുവരുന്ന പോരാട്ടമാണ്, ശത്രുവിന്റെ തന്ത്രമാണെന്ന് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുവാൻ, അതിനോട് നാം എതിർത്ത് നിൽക്കുവാൻ തൊക്കെ നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ട്. Oh dear ones, how far we are able to identify this as a conflict that our enemy brings in our life, how far we see it as a strategy of our enemy and are able to resist that. ഇങ്ങനെയൊക്കെയാണ് പിശാച് ഹൃദയത്തിൽ നമ്മുടെ വചനത്തെ അപ്പോൾ തന്നെ കേട്ട ഉടനെ തന്നെ എടുത്തു കളയുന്നത്.
This is how Satan removes the word of God from our heart at the very time that we hear it. ഇതിനോട് നാം എതിർത്ത് നിൽക്കുവാൻ കൊണ്ട് ഇടയാട്ട് തീരണം. We need to resist in such occasions. നമുക്കിനി എങ്ങനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നു? ഇപ്പം ഡിന്നറിന്റെ കാര്യം നമുക്ക് എങ്ങനെ അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും? When we think about the dinner, how can we resist that? നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. We can prepare that even before the meeting. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ആഹാരം ഡിന്നർ പുറത്തുനിന്ന് മേടിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുക. Or you can take a decision that every Friday, since we have meeting, we will buy dinner from outside. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഡിന്നർ കഴിക്കുന്നില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക. Otherwise, you take a strong decision that on Fridays we are not going to have dinner. ഒരുപക്ഷെ നിങ്ങൾ പലരും, എനിക്ക് ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല, ചിരിക്കുന്നുണ്ടായിരിക്കും ഉള്ളിലോ പുറത്തോ ഒക്കെ. Probably some of you may be laughing outside or inside. നമ്മൾ ചിന്തിക്കുന്നത് ഈ പോരാട്ടം എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റിന്റെ സ്പീഡൊക്കെ കുറയുന്നതാണ്, കേൾക്കാൻ പറ്റാത്തതൊക്കെയാണ് പിശാചിന്റെ പോരാട്ടം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. Many times we think that disturbance that we feel in the internet connectivity is the problem that Satan brings about in our life. കേൾക്കാൻ പറ്റാതിരിക്കുന്നത് മാത്രമല്ല, കേട്ടാൽ പോലും ഹൃദയത്തിൽ പ്രവർത്തിക്കാതിരുത്തുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രമായിട്ട് ദൈവവചനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. Therefore, we can see from the word of God that the strategy of Satan is not only that he prevents us from hearing, but also even when we hear, he prevents us from understanding or accepting it in our heart. അതിനൊരു ഉദാഹരണമായിട്ട് മാത്രം എടുക്കുക. ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല. നമ്മൾ ഏറ്റവും ലളിതമെന്ന് വിചാരിക്കുന്ന മേഖലയിൽ പോലും നമുക്ക് പോരാട്ടമുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുവാൻ ശ്രമിക്കുന്ന കാര്യം. You need to just take it as an example. And what I need to bring to attention is that even in those simple things that we think in our life can also be the strategy or the conflict of Satan. കഴിഞ്ഞ നാളുകളിൽ ഈ നിലയിലുള്ള ഒരു പോരാട്ടം ദൈവവചനം കേൾക്കുന്നുണ്ട്, എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല, കേട്ട പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, പല കാര്യങ്ങളും എന്താണ് പറഞ്ഞെന്നുള്ള യാതൊരു ഓർമ്മയും നമുക്ക് പിന്നീടില്ല. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Is it that we have a similar experience in our life that even though we attend all the meetings, we are not able to recognize or identify or remember those the message that we heard, or we could not remember it even though we were attentive? സമയം വളരെ മുൻപോട്ട് പോയി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. The time is over. I need to conclude now. വരും ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നാം ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ശത്രു നമുക്ക് മുൻപിൽ അദൃശ്യനായിട്ടുണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. What we need to have in our conviction is that even though we cannot see, but still there is always an enemy in front of us working against us. നമ്മുടെ എല്ലാ ദിവസവും ഈ നിലയിലുള്ള പോരാട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We are passing through such conflicts throughout our life in all the days of our life. നമുക്ക് രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. We can do only two things. ഒന്നുകിൽ എതിർത്ത് നിൽക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് കീഴടങ്ങി കൊടുക്കുക. Either we can resist it or we can surrender ourselves to it. കഴിഞ്ഞ നാളുകളിൽ നാം ഇതിൽ ഏത് നിലയിലായിരുന്നു ഇതിനോട് എതിരിട്ടുകൊണ്ടിരുന്നത്, ഇതിനോട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് നാം മനഃപൂർവ്വമായിട്ടൊന്ന് ചിന്തിക്കുക. We need to consider how we were responding to this in the past days. ഈ നിലയിൽ പല കാര്യങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി, പിശാച് കൊണ്ടുവരുന്ന ആയുധങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് അതിനോട് എതിർത്ത് നിൽക്കാൻ തക്കോണം പല കാര്യങ്ങളും അധികമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. From the scriptures we can see many such instances as the conflict that Satan brings about our life, which we need to be aware of and we need to resist. വരുന്ന നാളുകളിൽ ആ കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord help us to understand those situations and be able to victoriously resist that, knowing that these are the temptations or the conflicts that Satan brings about our life. May the name of God be glorified.